മലങ്കര ഓർത്തഡോക്സ് ശ്രീയാനി സഭ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിട്ടില്ല, ഒരു രാഷ്ട്രീയ ആഹ്വാനം നൽകിയിട്ടുമില്ല. അത് ഒരു മതേതര രാഷ്ട്രത്തിന് ഭൂഷണമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ യാതൊരു നിലപാടുകളും സഭാസമിതികളോ സഭാ തലവനോ എടുക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് യാക്കോബായ വിഭാഗത്തിന്റെ അവകാശവാദങ്ങൾ വെറും പൊള്ളത്തരമാണ് എന്ന് എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്താൽ വളരെ വ്യക്തമായി മനസ്സിലാകുന്ന സംഗതിയാണ്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വിജയമാക്കി മാറ്റാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ അവകാശപ്പെടുക എന്ന് പറയുന്നത് പൊതുസമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. എറണാകുളം ജില്ലയിൽ കണക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDFന്റെ സീറ്റുകളുടെ എണ്ണം 2015 കൂടി. ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം ലഭിച്ച എണ്ണം UDFന് കൂടി. നഗരസഭകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഏറെ വിവാദങ്ങൾ ഉയർത്തിയിട്ടുള്ള ആലുവ, വർഷങ്ങൾക്ക് ശേഷം മൂവാറ്റുപുഴ, അതുപോലെ തന്നെ പെരുമ്പാവൂർ, ഇങ്ങനെയുള്ള പല മുനിസിപ്പാലിറ്റികളിലും UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമ്പോൾ യാക്കോബായ സഭയുടെ പിന്തുണ കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം എന്ന് അവർ അവകാശപ്പെടുന്നതിനെ പറ്റി ഞാൻ പരസ്യമായ ഒരു വിമർശനം പറയുന്നത് എന്റെ വ്യക്തിത്വത്തിന് ചേർന്നതല്ലാത്തതുകൊണ്ട് ഞാനത് തയ്യാറാകും. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും സ്വാധീനങ്ങളുടെ പേരിലോ നിയമസംഹിതയോട് ബഹുമാനമുള്ള ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്തതായ ഈ സർക്കാർ, ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഈ സർക്കാർ കോടതി വിധികളെ അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്യില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സഭ ഒരു നിലപാടുകളും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായോ പ്രതികാരമായോ എടുത്തിട്ടില്ല. മലങ്കര സഭയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവർ കാലാനുസൃതമായി വിലയിരുത്തി അവർ വോട്ട് ചെയ്തു. അതിനുള്ള പ്രതിഫലനങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അത് അതാത് രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തട്ടെ. യാക്കോബായ വിഭാഗത്തിലെ ആളുകൾ ഏറെ തിങ്ങിപ്പാർക്കുന്നു, എണ്ണത്തിൽ കൂടുതലുണ്ട് എന്ന് പറയപ്പെടുന്ന എറണാകുളം ജില്ലയിൽ 2015 ഉണ്ടായതിനേക്കാളും കൂടുതൽ സീറ്റുകളാണ് UDFന് ജില്ലാ പഞ്ചായത്തിൽ കിട്ടിയത്. 82 പഞ്ചായത്തുകളിൽ LDFൽ പഞ്ചായത്തുകളുള്ളിൽ 42ലാണ് 2015 LDF ഭരിച്ചത്. ഈ പ്രാവശ്യം അവർക്ക് 28 ഉള്ളെന്നാണ് കണക്കുകൾ. ഏറ്റവും വലിയ വിവാദം ഉണ്ടാക്കിയത് മുളന്തുരുത്തിയിൽ UDF അല്ലേ ജയിച്ചത്. ആ മുളന്തുരുത്തി പള്ളിയിരിക്കുന്ന പഞ്ചായത്ത് UDF ഭരിക്കുന്നു. വളരെ വ്യക്തമല്ലേ? കള്ളത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉപയോഗിച്ച്, കള്ളത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും ആനുകൂല്യം സർക്കാരിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണം മാത്രമാണ് അവർ നടത്തുന്നത്. തദ്ദേശസ്ഥായി പറഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എന്ന് പറയുന്നിടത്ത് മലങ്കര ഓർത്തഡോക്സ് സഭ ഒരിക്കലും ഒരു രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. കാര്യം അത് പലതരത്തിലുള്ള പ്രാദേശിക വികസനങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അത് ആ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി സ്ഥാനാർത്ഥികളുടെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നോക്കി പ്രാദേശികമായി അവർ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ഒരു അവകാശവാദവും ഞങ്ങൾ ഉന്നയിക്കുന്നുമില്ല. സഭ ഒരു രാഷ്ട്രീയ ആഹ്വാനവും നൽകിയിട്ടില്ല. LDFനോ UDFനോ BJPക്ക് അനുകൂലമായി എന്റെ ഓർത്തഡോക്സുകാരേറെ താമസിക്കുന്ന ഏറെ സ്വാധീനമുള്ള പന്തളത്ത് BJP അധികാരത്തിൽ വരുന്നല്ലോ. അപ്പം കാര്യങ്ങൾ വിലയിരുത്താൻ സഭാമക്കൾക്ക് ആവശ്യമായ പ്രബുദ്ധതയുണ്ട്. പൊള്ളയായ അവകാശവാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ഒരു സർക്കാരാണ് ഇവിടെ അധികാരത്തിലുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.